ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന മീനെന്ന് പറഞ്ഞാൽ ഇത് 1 കിലോ കേരയാണ്. ഞാൻ വലിയൊരു കേരയിൽ നിന്നൊരു കഷ്ണം മുറിച്ച് വാങ്ങിയതാണ്. പിന്നെ ഇത് അയില, നല്ല അയിലയാണ്, നല്ല ഫ്രഷ് അയിലയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ അയിലക്കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ കുരുമുളകാണ്, മുഴുവൻ കുരുമുളക് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ചിട്ട് 2.5 തൊട്ട് 3 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 2.5 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിന് നന്നായിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. കുരുമുളക് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിനെ കുറച്ച് സമയം നമുക്കിങ്ങനെ തിളപ്പിച്ചെടുക്കാം. നമ്മൾ കുരുമുളകിനെ വെള്ളത്തിൽ നിന്നും ഇങ്ങോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത് ചൂടാറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് ഒതുക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ വെള്ളം തന്നെ ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ആദ്യം നമുക്ക് ഇതിങ്ങനെയൊന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം ആ തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ അയില നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് വെറുതെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. കാരണം ഇത് മുഴുവനായിട്ട് അങ്ങനെ തന്നെ ഇട്ടിട്ടാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസ് അറിയിക്കണം. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ അയില നമുക്ക് നന്നായിട്ട് വരഞ്ഞെടുക്കാം. അടുപ്പിച്ച് വരേണ്ട ആവശ്യമില്ല, ഒന്ന് ഇടവിട്ട് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. നമ്മുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ഉപ്പും അതുപോലെ കുരുമുളകിൻ്റെ എരിവും ഒക്കെ നന്നായി പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി കറിക്ക് ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 10-15ഓളം ചെറിയ ഉള്ളിയാണ് നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഒരു 10-15 വെളുത്തുള്ളിയുടെ ചെറിയ അല്ലികളാണിത്. ഒരു കഷ്ണം ഇഞ്ചി, ഒരു തക്കാളി, ഇത് ഒരു പകുതി സവാളയാണ്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയുമാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. ഇതിൽ ഇഞ്ചിയും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം. അതുപോലെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ സവാളയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. നമ്മുടെ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ, വളരെ കുറച്ച് മാത്രം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് അളവിലുള്ള ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു പിഞ്ച് അളവിലുള്ള ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞിരിക്കുന്ന സവാളയാണ്, പകുതി സവാള ചെറുതായി അരിഞ്ഞത് അതും, അതുപോലെ തന്നെ ചെറിയ ഉള്ളിനെ നടുകെ മാത്രം പിളർന്നതാണ്, അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 4 പച്ചമുളക്, നമ്മുടെ വീട്ടിലുണ്ടായ പച്ചമുളകാണ്. ആ 4 പച്ചമുളകിനെ ഒന്ന് നടുകെ കീറി ഇട്ട് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ആവശ്യത്തിന് വേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ.
നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന കുരുമുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അരച്ചു വെച്ചിരിക്കുന്നതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതെല്ലാം തീയിൽ കിടന്നിട്ട് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി, തക്കാളി ഒന്ന് വാടി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിയാണ്. തക്കാളി കറിക്ക് ഒരു പ്രത്യേക രുചി നൽകുന്നതാണ്. നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുടംപുളി ചേർത്ത വെള്ളമാണ്. ഒരു 2-3 കുടംപുളിയെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. വെള്ളമടക്കം ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് മീനിന് ആവശ്യമായ, കറിക്ക് ആവശ്യമായ വെള്ളം ചേർക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. സത്യത്തിൽ ഇത് ശരിക്കും ചാള കറി വെച്ചാലാണ് ഇത് ഏറ്റവും രുചി. അയിലയും കുഴപ്പമില്ല, എന്നാലും ചാളയാണെങ്കിൽ അത് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ നമ്മൾ അയിലയാണ് കറി വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ചോറിനോ ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ ഇടിയപ്പത്തിനോ എന്തിനു വേണമെങ്കിലും കൂട്ടി കഴിക്കാവുന്ന നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിന് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇതിനെ ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളം മാത്രം മതി. കാരണം ഇതിങ്ങനെ കുറുകിയ ചാറോട് കൂടി കഴിക്കുന്നതാണ് ഇത് രുചി. അപ്പോൾ ഇതിനിങ്ങനെ വെച്ചിട്ട് ഞാൻ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നോക്കിയിട്ട് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്കൊരു മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിൻ്റെ മൂടി തുറന്ന് നോക്കാം. ചാറൊക്കെ കുറുകിയിട്ടുണ്ട്, കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മളിതിൽ വളരെ കുറച്ച് വെളിച്ചെണ്ണയാണ് ആദ്യം ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ എണ്ണ വളരെ കുറവാണ്. അതുപോലെ മുളക് നമ്മൾ പൊടി ഉപയോഗിച്ചിട്ടില്ല, കുരുമുളകാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ്. നമുക്ക് അപ്പം, അതുപോലെ പൊറോട്ട, ചപ്പാത്തി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ചേർത്ത് കഴിക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.